എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് കുറച്ച് കമ്പ്യൂട്ടർ ടേംസിനെ പറ്റിയാണ്. ഇൻ്റർനെറ്റിൽ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന കുറച്ച് ടേംസാണ് വെബ് പേജ്, വെബ്സൈറ്റ്, വെബ് ബ്രൗസർ എല്ലാം. ഇത് കമ്പ്യൂട്ടർ സയൻസ് അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. എന്നാൽ പോലും കമ്പ്യൂട്ടർ സയൻസ് നോളജ് ഉള്ളവർക്ക് വളരെ എളുപ്പം മനസ്സിലാവും ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന്. പക്ഷേ നമ്മുടെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിന് എക്സാമിന് അപ്ലൈ ചെയ്തിരിക്കുന്നതിൽ ഭൂരിഭാഗം പേരും കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരല്ല. അതുകൊണ്ട് തന്നെ ഈ വെബ്സൈറ്റും വെബ് പേജസിൻ്റെ എല്ലാം ഡിഫറൻസ് അറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് വേണ്ടിയാണ് ഈ ക്ലാസ്. വളരെ സിമ്പിളായിട്ട് നോർമൽ ഒരാളിന് മനസ്സിലാവുന്ന രീതിയിൽ കൊണ്ടുവരാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാകുമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് ആദ്യത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെബ് പേജിനെ പറ്റിയാണ്. വെബ് പേജ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഡോക്യുമെൻറ്റ്. ഈ ഡോക്യുമെൻറ്റ് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലല്ല കാണാൻ പറ്റുന്നത്. കമ്പ്യൂട്ടറിൽ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡോക്യുമെൻ്റ് അല്ല, പക്ഷേ എന്താണ്, ഇൻ്റർനെറ്റിനകത്ത് സേവ് ചെയ്തിരിക്കുന്ന ഡോക്യുമെൻ്റാണ്. ഈ വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ കുറേയധികം വെബ് പേജസ് ചേർന്നിട്ടാണ്. വെബ് പേജ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഡോക്യുമെൻ്റ് ആണ്. എന്നാൽ ആ ഡോക്യുമെൻ്റ് എഴുതിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? HTML വെച്ചിട്ടാണ്. HTML ഡോക്യുമെൻ്റ് ആണ് വെബ് പേജ് എന്ന് പറയുന്നത്. ഈ HTML എന്താണ്? ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. ഈ ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന ഒരു ഡോക്യുമെൻറ്റിനെ പറയുന്ന പേര് വെബ് പേജ് എന്നാണ്. വെബ് പേജ് എന്ന് പറയുന്നത് ഐദർ സ്റ്റാറ്റിക് ഓർ ഡൈനാമിക്. സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ആ വെബ് പേജിൻ്റെ കണ്ടൻസ് മാറില്ല. നമ്മൾ എപ്പോൾ എടുത്തിരുന്നാലും വെബ് പേജിൻ്റെ കണ്ടൻസ് സെയിം തന്നെ ആയിരിക്കും. എന്നാൽ ഡൈനാമിക് മീൻസ് ഓരോ സമയം എടുക്കുമ്പോഴും അതിലെ കണ്ടൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അതിനെയാണ് ഡൈനാമിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ PSCക്ക് വേണ്ടി പഠിക്കേണ്ട ആകെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. വെബ് പേജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് HTML ഡോക്യുമെൻ്റ് ആയിട്ടാണ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് കൊണ്ടാണ്. അതേപോലെ തന്നെ HTML മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിച്ച് ഒരു വെബ് പേജിനെ ലോഡ് ചെയ്യിക്കുന്നത് വെബ് ബ്രൗസേഴ്സാണ്. വെബ് പേജസ് സ്റ്റാറ്റിക് ആവാം, ഡൈനാമിക് ആവാം. അടുത്ത പഠിക്കേണ്ടത് വെബ്സൈറ്റിനെ പറ്റിയാണ്. വെബ്സൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വെബ് പേജ് എന്ന് പറഞ്ഞാൽ ഒരു HTML ഡോക്യുമെൻ്റ് ആണ്. ഇങ്ങനെയുള്ള പല HTML ഡോക്യുമെൻറ്റിൻ്റെ ഒരു കളക്ഷനാണ് വെബ്സൈറ്റ്. നമ്മുടെ ബുക്കിനകത്തുള്ള പേജില്ലേ, ഈ ബുക്കിനകത്തുള്ള ഓരോ പേജിനെയും പേജ് എന്നാണ് വിളിക്കുന്നതെങ്കിൽ ഈ പേജുകളുടെ കളക്ഷനെ വിളിക്കുന്ന പേര് ബുക്ക്. ഇതേപോലെ തന്നെ വെബ് പേജിൻ്റെ കളക്ഷനെ വിളിക്കുന്ന പേരെന്താണ്? വെബ്സൈറ്റ്. വളരെ എളുപ്പമുള്ളൊരു എക്സാമ്പിൾ, Amazon.com എന്ന് എഴുതുന്നത് ഒരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ്. എന്നാൽ ഈ ആമസോണിനകത്ത് കയറി ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു പേജ് വരും. ആ പേജ് തന്നെ ആയിരിക്കുമോ അടുത്തത് ക്ലിക്ക് ചെയ്യുമ്പോൾ പോകുന്നത്? ഇല്ല, ഓരോ പേജും മാറി മാറി പോവും. ഇങ്ങനെ ഒരു കളക്ഷൻ ഓഫ് വെബ് പേജസിനെ പറയുന്ന പേരാണ് വെബ്സൈറ്റ്. അടുത്തത് വെബ് ബ്രൗസറാണ്. വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. നമ്മുടെ സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന, നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് വെബ് ബ്രൗസർ. ഈ വെബ് ബ്രൗസർ ഓപ്പൺ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു വെബ് പേജിലേക്ക് പോകാൻ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിലേക്ക് പോകാനായിട്ട് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ അതിനകത്തേക്ക് കൊടുക്കാം. അതായത് www. ഒരു URL ടൈപ്പ് ചെയ്ത് കൊടുക്കാറില്ലേ? ഈ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന പോർഷനെ പറയുന്ന പേരാണ്, ആ പേജിനെ പറയുന്ന പേരാണ് വെബ് ബ്രൗസർ. വെബ് ബ്രൗസറിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ അറിയണം. വെബ് ബ്രൗസർ ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമാണ്, അല്ലെങ്കിൽ ഇറ്റ് ഇസ് ആൻ ആപ്ലിക്കേഷൻ വിച്ച് റിസൈഡ്സ് ഇൻ യുവർ കമ്പ്യൂട്ടർ. നമ്മുടെ കമ്പ്യൂട്ടറിനകത്താണ് അതിരിക്കുന്നത്. പക്ഷേ അതെന്തിനാണ്? നമ്മുടെ വേൾഡ് വൈഡ് വെബിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് വെബ് ബ്രൗസർ. ഓരോ പ്രാവശ്യവും വെബ് പേജ് ആക്സസ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? വെബ് ബ്രൗസർ അതിൻ്റെ HTML കോഡിനെ നോക്കിയിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ആ ടെക്സ്റ്റ് അല്ലെങ്കിൽ ലിങ്ക് അല്ലെങ്കിൽ പിക്ചേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം തന്നെ അതാത് പൊസിഷനിലേക്ക് കൊണ്ടുവയ്ക്കും. അപ്പോൾ ഇത് ഇത്രയും വെബ് പേജുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ ഒരെണ്ണം ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത ഒരു പേജിലേക്ക് പോകണം എന്നുള്ളത് ആരാ ചെയ്യുന്നത്? വെബ് ബ്രൗസർ തന്നെയാണ് പുതിയൊരു പേജിനെ അതിലേക്ക് ലോഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ വെബ് ബ്രൗസറിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ അറിയുക. നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാം, കമ്പ്യൂട്ടറിനകത്ത് തന്നെ ആവണമെന്നില്ല, മൊബൈൽ ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ പ്രോഗ്രാമിനെ പറയുന്ന പേരാണ് വെബ് ബ്രൗസർ. വെബ് ബ്രൗസർ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് വെബ്സൈറ്റുകളും വെബ് പേജസും ആക്സസ് ചെയ്യാൻ പറ്റുന്നത്.
ഇനി അറിയേണ്ടത് കുറച്ച് വെബ് ബ്രൗസേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ആദ്യമായിട്ടുണ്ടാക്കിയ വെബ് ബ്രൗസർ വേൾഡ് വൈഡ് വെബ് തന്നെയാണ്. വാസ് ക്രിയേറ്റഡ് ഇൻ 1990 ബൈ സർ ടിം ബേർണസ്-ലീ. അടുത്തത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആണ്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഡിസൈൻ ചെയ്തത് ആരാണ്? മൈക്രോസോഫ്റ്റ് ആണ്. മൈക്രോസോഫ്റ്റ് ഡിസൈൻ ചെയ്തതുകൊണ്ട് തന്നെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡിഫോൾട്ട് വെബ് ബ്രൗസർ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ആണ്. അടുത്തത് ഗൂഗിൾ ക്രോം ആണ്. ഗൂഗിൾ ക്രോം ആരുടെയാണ്? ഗൂഗിളിൻ്റെ തന്നെയാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൽ അറിയേണ്ടത് എന്താ? ക്രോം എന്ന് പറയുന്നത് വെബ് ബ്രൗസറിന് എക്സാമ്പിളാണ്. ഇനി ആപ്പിളിൻ്റെ സഫാരി, ദെൻ മൊസില്ല ഫയർഫോക്സ് മൊസില്ലയുടെ തന്നെയാണ്. UC ബ്രൗസർ, UC വെബിൻ്റെ നെറ്റ്സ്കേപ്പ് നാവിഗേറ്റർ. ഇത് വളരെ കുറച്ച് ബ്രൗസേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. കുറച്ചെങ്കിലും തന്നെ ഓർത്തു വയ്ക്കാം. അടുത്തത് സെർച്ച് എൻജിൻസ് ആണ്. Search engine is also a software program that searches for some particular document when specific keywords are entered. എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു കീവേഡ് കൊടുത്തു കഴിയുമ്പോൾ ഈ കീവേഡുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇൻ്റർനെറ്റിൽ പോയി എടുത്തുകൊണ്ട് വരിക എന്ന ജോലിയാണ് സെർച്ച് എൻജിൻ ചെയ്യുന്നത്. നമ്മുടെ വെബ് ബ്രൗസർ എന്താ ചെയ്തത്? ഒരു URL കൊടുത്തു കഴിയുമ്പോൾ ആ കറസ്പോണ്ടിങ് ഡോക്യുമെൻറ്റിനെ പോയി കൊണ്ടുവരുന്നു. എന്നാൽ സെർച്ച് എൻജിൻ എന്താ ചെയ്യുന്നത്? സെർച്ച് എൻജിൻ ചെയ്യുന്നത് നമ്മളൊരു വേർഡ് കൊടുത്തു കഴിയുമ്പോൾ ഈ വേർഡുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റ്സിനെ എല്ലാം എടുത്തിട്ട് വരുന്നു. A search engine matches the exact keywords entered against the documents available on the internet and returns a list of documents in which the keywords are found. ഈ കീവേഡ്സ് ഉള്ള എല്ലാ ഡോക്യുമെൻറ്റിനെയും എടുത്തിട്ട് വരും. പക്ഷേ വെബ് ബ്രൗസർ എന്താ ചെയ്യുന്നത്? ആ പെർട്ടിക്കുലർ URLലുള്ള ഒരു ഡോക്യുമെൻറ്റിനെ എടുത്തിട്ട് വരും. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇനി കുറച്ച് സെർച്ച് എൻജിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. ഗൂഗിളും യാഹൂവുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോപ്പുലർ ആയിട്ടുള്ള സെർച്ച് എൻജിൻസ്. ഇത് കൂടാതെ ബിങ്, ബൈഡു, AOL, DuckDuckGo ഇങ്ങനെ പല രീതിയിലുള്ള സെർച്ച് എൻജിൻസും ഉണ്ട്. ഈ പേരുകൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇത് എന്തിന് എക്സാമ്പിളാണ് എന്ന് ചോദിച്ചാൽ സെർച്ച് എൻജിന് എക്സാമ്പിളാണ്. അപ്പോൾ നമ്മൾ വെബ് ബ്രൗസറും സെർച്ച് എൻജിനും പഠിച്ചു. ഇനി അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരുന്നത്, ഈ വെബ് ബ്രൗസറും സെർച്ച് എൻജിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടും ബന്ധമുണ്ട്. എന്താണെന്ന് വെച്ചാൽ വെബ് ബ്രൗസർ ഉപയോഗിച്ചേ നമുക്ക് സെർച്ച് എൻജിൻ വർക്ക് ചെയ്യിക്കാൻ പറ്റൂ. അതായത് ഏതെങ്കിലും ഒരു വെബ് ബ്രൗസറിനകത്തായിരിക്കും ഈ സെർച്ച് എൻജിൻ്റെ അഡ്രസ്സ് കൊടുത്ത് സെർച്ച് എൻജിനെ ലോഡ് ചെയ്യിച്ചു കഴിഞ്ഞാൽ മാത്രമേ കീവേഡ് കൊടുക്കാൻ പറ്റുള്ളൂ. സെർച്ച് എൻജിൻ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു വെബ് ബ്രൗസർ വേണം. ആ വെബ് ബ്രൗസറിനകത്തേക്ക് സെർച്ച് എൻജിൻ്റെ അഡ്രസ്സ് കൊടുക്കുക, സെർച്ച് എൻജിനെ ലോഡ് ചെയ്യിക്കുക. ഇനി വേണം നമ്മുടെ കീവേഡ്സ് കൊടുത്ത് സെർച്ച് ചെയ്യാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ട് ചുരുക്കി പറഞ്ഞാൽ, ഒരു വെബ് പേജ് എന്ന് പറഞ്ഞാൽ ഒരു HTML ഡോക്യുമെൻ്റ് ആണ്. ഈ HTML ഡോക്യുമെൻറ്റ്സ് കുറേ എണ്ണം ചേർന്ന് കഴിയുമ്പോൾ കിട്ടുന്നത് ഒരു വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിനെ എനിക്ക് ആക്സസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് വെബ് ബ്രൗസറാണ്. വെബ് ബ്രൗസറിനകത്ത് വെബ്സൈറ്റിൻ്റെ അഡ്രസ്സ് എഴുതി കൊടുക്കുമ്പോൾ എനിക്ക് വെബ്സൈറ്റ് കിട്ടും. ഇതേപോലെ തന്നെ സെർച്ച് എൻജിനെ ആക്സസ് ചെയ്യാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നതും വെബ് ബ്രൗസറാണ്. അപ്പോൾ ഇവരെ എല്ലാവരെയും ആക്സസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് വെബ് ബ്രൗസർ ചെയ്യുന്നത്. സെർച്ച് എൻജിൻ എന്താ ചെയ്യുന്നത്? സെർച്ച് എൻജിൻ പല പല ടേംസിനെ സെർച്ച് ചെയ്തെടുത്തിട്ട് വരിക. ഒരു പെർട്ടിക്കുലർ സെൻറ്റൻസ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ, ഒരു പെർട്ടിക്കുലർ വേർഡ് കൊടുത്തു കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട എല്ലാ വെബ്സൈറ്റുകളെയും വെബ് പേജുകളെയും ലിസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് സെർച്ച് എൻജിൻ. ഇതേപോലെ ഓരോന്നിൻ്റെയും എക്സാമ്പിൾസും മനസ്സിലാക്കി വയ്ക്കുക. ക്രോം എന്ന് കേട്ടാൽ ഉടൻ ഓർമ്മ വരേണ്ടത് അതൊരു വെബ് ബ്രൗസറാണ്. എന്നാൽ ഗൂഗിൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ ഓർമ്മ വരേണ്ടത് അതൊരു സെർച്ച് എൻജിനാണ്. Amazon.com എന്ന് കേട്ട് കഴിഞ്ഞാൽ ഓർമ്മ വരേണ്ടത് അതൊരു വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ്. ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മുടെ കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ സിലബസിനകത്ത് ബ്രൗസേഴ്സും പ്രോട്ടോക്കോൾസും സെർച്ച് എൻജിൻസും ഇങ്ങനെ പല പല ടേംസും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരോ കുഞ്ഞു കുഞ്ഞു ടേംസായിട്ട് നമുക്ക് ക്ലാസ് പഠിക്കാം. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്